പ്രിയമുള്ള എല്ലാവർക്കും യൂണിവേഴ്സ് ലൈറ്റിന്റെ നമുക്ക് പ്രയോജനകരമായ മറ്റൊരു പുതിയ വിഷയത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം പറയുന്നതിനു മുൻപ് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ ചാനൽ ഗുണകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഈ ചാനലിൽ പ്രയോജനകരമായ പല വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ധനാപരമായും വ്യക്തിപരമായും ആകർഷണപരമായും ആരോഗ്യപരമായും ഉള്ള സ്വിച്ച് വേർഡ്സ് അതുപോലെ മന്ത്രങ്ങൾ ഇതിനകം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സത്യമായി നിങ്ങളോട് പറയുന്നു, അതൊക്കെ ശരിയായ നേട്ടങ്ങൾ നൽകുന്നവയാണ്. ചില വീഡിയോസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ പറഞ്ഞത് വിശ്വസിക്കുന്നു എങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ആവശ്യമുള്ള വീഡിയോസ് കാണുക. ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കുക. പുതിയതായി ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കളോട് വിശ്വാസം, അത് നമുക്ക് ഇവിടെ ആവശ്യമാണ്. ഇന്ന് പറയുന്നത് അതീവ ശക്തി ഏറിയ ഒരു മന്ത്രമാണ്. യുവാക്കൾക്കും യുവതികൾക്കും വിവാഹം നടക്കുന്നതിൽ ഏതു വലിയ തടസ്സങ്ങൾ ഉണ്ടായാലും അത് എല്ലാം മാറ്റിക്കളയാൻ ശക്തിയുള്ള പാർവതി സ്വയംവര മന്ത്രമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. വളരെ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കിയ ശേഷം ജപിക്കുക. ലിംഗഭേദം, ജാതി, മതം, രാജ്യം എന്നിവ പരിഗണിക്കാതെ ആർക്കും വിവാഹത്തിനുള്ള ഈ സ്വയംവര പാർവതി മന്ത്രം ജപിക്കാം. ഈ മന്ത്രം വിവാഹം, ദാമ്പത്യ ആനന്ദം, പോസിറ്റീവ് എനർജി ആകർഷിക്കൽ എന്നിവയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സ്വയംവര പാർവതി മന്ത്രമാണ്. ഇത് പാർവതി ദേവിയുടെ ദിവ്യശക്തിയെ ആവാഹിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പാർവതി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു ബീജമന്ത്രമായ ഓം ഹ്രീം എന്നതിൽ നിന്നാണ് മന്ത്രം ആരംഭിക്കുന്നത്. യോഗിനി, യോഗേശ്വരി ഈ പദങ്ങൾ പാർവതി ദേവിയുടെ യോഗശക്തികളെയും യോഗയുടെ പരമോന്നത ദേവതയെന്ന നിലയിലുള്ള അവളുടെ പങ്കിനെയും സൂചിപ്പിക്കുന്നു. യോഗഭയങ്കരി, യോഗമണ്ഡലത്തിൽ നിർഭയത്വത്തിന്റെയും ശക്തിയുടെയും മൂർത്തിഭാവമാണ് പാർവതി ദേവി എന്ന് ഇത് സൂചിപ്പിക്കുന്നു. സകലസ്തവർ ജംഗമസ്യ മുഖഹൃദയം ഈ വാക്യം എല്ലാ ജീവജാലങ്ങളെയും നിർജീവ ജീവികളെയും അവരുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും സൂചിപ്പിക്കുന്നു. മമവാസം ആകർഷയ ഇതിന്റെ അർത്ഥം എന്നിലേക്ക് ആകർഷിക്കുക എന്നാണ്. പാർവതി ദേവിയുടെ അനുഗ്രഹം അഭ്യർത്ഥിക്കാനും ഒരാളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് കാര്യങ്ങൾ ആകർഷിക്കാനും ഇത് ഉപയോഗിക്കുന്നു. വിവാഹത്തിനായി സമർപ്പിച്ചിരിക്കുന്ന മുഴുവൻ ഹിന്ദു പാരമ്പര്യത്തിലെയും ഏകമന്ത്രമായി സ്വയംവര പാർവതി നിലകൊള്ളുന്നു. മറ്റൊരു മന്ത്രവും താരതമ്യം ചെയ്യാൻ കഴിയില്ല. ജാതകവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെ വിവാഹങ്ങളിൽ അറിയപ്പെടുന്നതും അറിയാത്തതുമായ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കുന്നതിനും പെട്ടെന്നുള്ള വിവാഹം സാധ്യമാക്കുന്നതിനുമുള്ള ഏറ്റവും ശക്തമായ മന്ത്രമാണ് സ്വയംവര പാർവതി. ഐതിഹ്യമനുസരിച്ച് മഹാനായ മുനി ദുർവാസാവാണ് സ്വയംവര പാർവതി മന്ത്രം നൽകിയത്. ഇത് ശിവനെ വിവാഹം കഴിക്കാൻ പാർവതി ജപിച്ചു. അതിനാൽ ഇത് സ്വയംവര പാർവതി മന്ത്രം എന്ന് വിളിക്കപ്പെടുന്നു. പ്രണയവിവാഹം നടക്കുവാനും ഈ മന്ത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രണയവിവാഹത്തിനുള്ള ഏറ്റവും നല്ല മന്ത്രം, വശീകരൺ മന്ത്രത്തിലെ ഏറ്റവും മികച്ച സ്വയംവര പാർവതി, പ്രണയിക്കാനും വിവാഹം കഴിക്കാനും സഹായിക്കുന്നു. വിധി നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പ്രണയത്തിലും വിവാഹത്തിലുമുള്ള എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിവാഹിതയായ പാർവതിയുടെ ഒരു രൂപമാണ് സ്വയംവര പാർവതി, ശിവന്റെ പത്നിയും പ്രിയങ്കരിയുമായ പാർവതി. നിങ്ങൾ സ്വയംവര പാർവതി മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ വധുവിന്റെ അവതാരത്തിൽ പാർവതി ദേവിയാണ് ആവാഹിക്കുന്നത്. നിങ്ങളുടെ വിവാഹം മാറ്റിവയ്ക്കുന്ന എല്ലാ കാരണങ്ങളെയും ഈ മന്ത്രം ഇല്ലാതാക്കുമെന്ന് പറയപ്പെടുന്നു. ദേവി നിങ്ങളുടെ വിവാഹപാതയിലെ എല്ലാ തടസ്സങ്ങളും നീക്കുകയും യഥാർത്ഥവും സ്നേഹനിധിയുമായ ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. ചില ദോഷങ്ങൾ കാരണം ആളുകൾ വിവാഹത്തിൽ കാലതാമസം നേരിടുന്നു, അല്ലെങ്കിൽ വിവാഹമോചനത്തിന് സാധ്യതയുണ്ട്. സ്വയംവര പാർവതി മന്ത്രം അത്തരം സാഹചര്യങ്ങൾക്ക് ശക്തമായ ഒരു പരിഹാരമാണ്, കാരണം ഇത് ഒരു തടസ്സമായി മാറുന്ന ഏതെങ്കിലും ഗ്രഹത്തിന്റെ ദോഷഫലങ്ങളെ ശമിപ്പിക്കുന്നു. സ്വയംവര പാർവതി മന്ത്രം എങ്ങനെ ആരംഭിക്കാം? മന്ത്രം ഉപയോഗിച്ച് ആരംഭിച്ച് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ എളുപ്പമാണ്. ആദ്യപടി ദേവിയുടെ മുന്നിൽ ഒരു സങ്കല്പ അല്ലെങ്കിൽ സത്യം ചെയ്യുക എന്നതാണ്. വിഗ്രഹത്തിന്റെയോ പ്രതിമയുടെയോ മുന്നിൽ ഇരുന്ന് നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. മാതാപിതാക്കളുടെ പേര്, ഗോത്രം, നക്ഷത്രം തുടങ്ങിയ നിങ്ങളുടെ വിശദാംശങ്ങൾ പറയുക. നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ദേവിയോട് പറയുക. നിങ്ങൾ 108 ദിവസം ഒരു ദിവസം 1008 തവണ ജപം നടത്തുമെന്ന് അവളെ അറിയിക്കുക. 1008 പലർക്കും പറ്റാത്തതിനാൽ 108 എന്ന സംഖ്യ തിരഞ്ഞു എടുക്കുക. പക്ഷേ 108 ദിവസം ജപിക്കുക. നിങ്ങളുടെ പാതയിൽ നിന്ന് തടസ്സം നീക്കാൻ ദേവിയോട് അഭ്യർത്ഥിക്കുക. എന്നിരുന്നാലും നിങ്ങൾ ജപം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് നിർത്തരുത്, അല്ലാത്തപക്ഷം അത് നിങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. പതിവായി ജപം ചെയ്യുന്നതിൽ സംശയമുള്ളവർ ഒരു പ്രതിജ്ഞയും എടുക്കാതെ മന്ത്രം ജപിക്കണം. ഈ രീതിയിൽ നിങ്ങൾക്ക് മന്ത്രം ജപിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ വിവാഹം നടക്കുവാനാണ് അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ച ഒരാളോടൊത്തു ജീവിക്കുവാനാണ്.
അതുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുവാൻ കുറച്ചു സമയം നീക്കിവയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ജപിക്കുന്നവർക്ക് നല്ല ലൈഫ് ഭർത്താവിനെ ലഭിക്കും, അല്ലെങ്കിൽ നല്ല ഭാര്യയെ ലഭിക്കും. പുതിയ ജീവിത വിജയത്തിന്, സന്തോഷത്തിന് ഇത് ജപിച്ചാൽ എന്നും സന്തോഷവും ലഭിക്കും. മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങൾ ധ്യാനിക്കുകയും വേണം. കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും ധ്യാനാവസ്ഥയിലായിരിക്കുകയും വേണം. ഈ സമയം നടക്കേണ്ടതായ കാര്യം മനസ്സിൽ വിചാരിക്കുക. അത് നടന്നാൽ കിട്ടുന്ന ജീവിത സന്തോഷം മനസ്സിൽ കാണുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ വിവാഹത്തിനും ശേഷിച്ച ജീവിത സന്തോഷത്തിനും ക്ഷമയുള്ളവർ ജപിച്ചാൽ ഭാവി സുന്ദരം ആകുന്നതാണ്. ഭാവിക്കുവേണ്ടി, സന്തോഷകരമായ ജീവിതത്തിനുവേണ്ടി ഈ മന്ത്രം കുറച്ചു നാളത്തേക്ക് ജപിക്കുവാൻ പറ്റുന്നവർ മാത്രം ജപിക്കുക. ക്ഷമ ഉണ്ടാവണം. വർഷങ്ങൾ തപസ് ചെയ്തു വരം നേടിയെടുത്ത മഹർഷിമാർ നമ്മൾ ചരിത്രത്തിൽ കാണുന്നു. ഇവിടെ അത്ര നമ്മൾ കാത്തിരിക്കുന്നില്ല. ദീപം, ധൂപം, പൂക്കൾ, പഴങ്ങൾ, ഭക്ഷണം, വെറ്റില, പരിപ്പ്, ആരതി, നമസ്കാരം തുടങ്ങിയ ചില വഴിപാടുകൾ നിങ്ങൾ ദിവസവും ദേവിക്ക് നടത്തേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് കഴിയാവുന്നത് പാർവതി ദേവിക്ക് സമർപ്പിക്കുക. അതിന്റെ ഒപ്പം ഈ മന്ത്രം ജപിക്കുക. ഈ കാര്യം വലിയ ബുദ്ധിമുട്ട് ഉള്ളതല്ല. ഈ വഴിപാട് നടത്താൻ വലിയ പണച്ചിലവും ഇല്ല. പ്രിയമുള്ളവരെ, പല വിവാഹങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ചിലപ്പോൾ കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തുപോകുന്നു. അതിനാൽ ബന്ധം അവസാനിപ്പിക്കാൻ നമ്മൾ ചിന്തിച്ചേക്കാം. തങ്ങളുടെ ദാമ്പത്യം വിജയകരമാകുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന ദമ്പതികൾ സ്വയംവര പാർവതി മന്ത്രം ജപിക്കണം. മന്ത്രത്തിന്റെ സ്പന്ദനങ്ങൾ അവരെ ദേവിയുടെ ശക്തിയുമായി ബന്ധിപ്പിക്കുകയും നിങ്ങളുടെ ബന്ധത്തിൽ ശക്തി പകരാൻ അവളെ അനുവദിക്കുകയും ചെയ്യുന്നു. ഇത് ഇണയുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നു. മന്ത്രത്തിന്റെ ജപം ബാഹ്യമായും ആന്തരികമായും എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യുന്നു. അതിനാൽ ഇരുവർക്കും വ്യക്തമായി ചിന്തിക്കാനും പ്രശ്നം പരിഹരിക്കാനും കഴിയും. കുട്ടികളില്ലാത്തതിനാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മന്ത്രം ആരാധിച്ചാൽ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നു. ഇത് അവർക്ക് ഒരു കുട്ടിയെ ഗർഭം ധരിക്കാൻ സഹായിക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾ ബലഹീനനാണെങ്കിൽ മന്ത്രം പ്രവർത്തിക്കില്ല. അത് ദമ്പതികളെ ഒരു പരിധിവരെ മാത്രമേ സഹായിക്കൂ. നിങ്ങൾ കുട്ടികളില്ലാത്ത മാതാപിതാക്കളാകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിധി മാറ്റാൻ കഴിയില്ല. വിവാഹശേഷം നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുന്നത് പോലുള്ള സ്വയംവര പാർവതി മന്ത്രം ജപിക്കുന്നതിലൂടെ മറ്റ് നിരവധി ഗുണങ്ങളുണ്ട്. ഈ മന്ത്രം നിങ്ങൾക്ക് സ്നേഹനിധിയായ ഒരു ഭർത്താവിനെയോ ഭാര്യയോ നേടിത്തരും. കൂടാതെ വിവാഹമോചിതനാണെങ്കിൽ പുനർവിവാഹത്തിന്റെ കാര്യത്തിലും മന്ത്രം നന്നായി പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ഭർത്താവുമായി അല്ലെങ്കിൽ ഭാര്യയുമായി ചേരാൻ ആഗ്രഹിക്കുന്നു. വിവാഹമോചനം ഒഴിവാക്കാൻ സ്വയംവര പാർവതി നിങ്ങളുടെ ഇണയുമായി വീണ്ടും ഒന്നിക്കുന്നതിനും വിവാഹമോചനം തടയുന്നതിനുമുള്ള ഏക മന്ത്രമാണ്. ഹിന്ദുമതത്തിൽ ലഭ്യമായ ശ്ലോകങ്ങളുടെയും മന്ത്രങ്ങളുടെയും വിപുലമായ ശേഖരത്തിൽ നിന്ന് ഈ മന്ത്രത്തേക്കാൾ മികച്ച ഓപ്ഷൻ മറ്റൊന്നുമില്ല. സ്വയംവര പാർവതി പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കാനും ദമ്പതികൾക്കിടയിലെ പ്രണയജീവിതം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ ഭാര്യയെ ഗർഭം ധരിക്കാനും സഹായിക്കുന്നു. പക്ഷേ വിധി എല്ലായ്പ്പോഴും അന്തിമവാക്കാണ്. പ്രിയമുള്ളവരെ, സ്വയംവര പാർവതി വിവാഹ മന്ത്രത്തിന്റെ ഗുണങ്ങൾ പലതാണ്. ഓർക്കുക, ഇത് വിവാഹ പ്രശ്നത്തിനുള്ള മന്ത്രം, ദാമ്പത്യ ഐക്യത്തിനുള്ള മന്ത്രം, നല്ല ലൈംഗിക ജീവിതത്തിനുള്ള മന്ത്രം, നല്ല ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധത്തിനുള്ള മന്ത്രം, സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിനുള്ള മന്ത്രം എന്നിവയൊക്കെ മനുഷ്യൻ നേടിത്തരുന്നു. സ്വയംവര പാർവതി മന്ത്രം എത്ര തവണ ജപിക്കണം? ഒരാൾ ഒരു ദിവസം കുറഞ്ഞത് 108 തവണ ജപിക്കണം. കഴിയുന്നവർ 1008 തവണ. നിങ്ങൾക്ക് ഇത് 108 ദിവസത്തേക്ക് ആവർത്തിക്കാം. സുഹൃത്തുക്കളെ, വളരെ ശക്തിയേറിയ ഈ മന്ത്രത്തിനെ പറ്റി ഞങ്ങൾ വിവരിച്ചു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതം മുഴുവൻ സന്തോഷകരം ആക്കി മാറ്റുവാൻ കുറച്ചു ദിവസങ്ങൾ കഷ്ടപ്പെടുവാൻ തയ്യാറുള്ളവർ ജപിക്കുക. പറഞ്ഞ വഴിപാടുകൾ അമ്പലങ്ങളിൽ ചെറിയ ഫീസിൽ നടത്തുവാൻ കഴിയും. ചാനലിൽ നിന്ന് തങ്ങൾക്ക് പറ്റുന്ന വീഡിയോസ് തിരഞ്ഞു എടുത്തു ജപിക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, വിശ്വസിച്ച പല ആളുകളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി വിശ്വസിക്കുക, ജപിക്കുക, നേടുക. പ്രിയമുള്ളവരെ, ചാനൽ പ്രയോജനകരമാണ് എന്ന് മനസ്സിലാകുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, വിശ്വാസം ഉള്ള എല്ലാവർക്കും കൃത്യമായി അവർ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. പ്രിയമുള്ളവരെ, വിശ്വാസം അത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിൽ ഉണ്ടാക്കി എടുക്കേണ്ട കാര്യമാണ്. ഉറച്ച വിശ്വാസത്തോട് ഞങ്ങൾ പറയുന്നത് കേൾക്കുവാൻ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ലക്ഷ്യം സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ കമന്റ് ആയോ ഞങ്ങളുടെ ഇമെയിൽ വിലാസത്തിലോ അറിയിക്കുക. വിശ്വസിക്കുക, മനസ്സിലാക്കുക, ജപിക്കുക, നേടുക. സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വിഷയവുമായി, പരിഹാര മാർഗവുമായി വീണ്ടും നമുക്ക് കാണാം.